ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 73 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 74-ാമത്തെ ശ്ലോകം നോക്കാം. സഞ്ജയ ഉവാച ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനാ സംവാദമിമമശ്രൗഷം അത്ഭുതം രോമഹർഷണം. സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു, ഇതി ഇപ്രകാരം, അഹം ഞാൻ, വാസുദേവൻ്റെയും അതായത് ശ്രീകൃഷ്ണൻ്റെയും, മഹാത്മനഃ മഹാത്മാവായ, പാർത്ഥസ്യ ച അർജുനൻ്റെയും, അത്ഭുതകരവും രോമഹർഷണം രോമാഞ്ചമുണർത്തുന്നതുമായ ഇമം സംവാദം ഈ സംവാദത്തെ അശ്രൗഷം ശ്രവിച്ചു അഥവാ കേട്ടു. ഇപ്രകാരം ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും മഹാത്മാവായ അർജുനൻ്റെയും ആശ്ചര്യകരവും രോമാഞ്ചമുണർത്തുന്നതുമായ ഈ സംവാദത്തെ കേട്ടു. ഇതാണ് സഞ്ജയൻ പറയുന്നത്. ഭഗവത്ഗീതയുടെ ആദ്യ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകം തുടങ്ങുന്നത് ധൃതരാഷ്ട്രർ തൻ്റെ കാര്യദർശിയായ സഞ്ജയനോട് ചോദിക്കുന്ന ചോദ്യത്തോടെയാണ്. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ എന്താണ് നടക്കുന്നത്? തുടക്കം മുതൽ അതെനിക്ക് വിവരിച്ചു തരൂ എന്നാണ് ധൃതരാഷ്ട്രർ സഞ്ജയനോട് പറയുന്നത്. ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് അങ്ങകലെ യുദ്ധക്കളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കൊട്ടാരത്തിലിരുന്നു കൊണ്ട് ഒരു ചലച്ചിത്രത്തിലെന്ന പോലെ ദർശിക്കുവാനുള്ള ദിവ്യദൃഷ്ടി വ്യാസമഹർഷി സഞ്ജയന് നൽകിയിരുന്നു. ധൃതരാഷ്ട്രരുടെ ആഗ്രഹമനുസരിച്ചായിരുന്നു അത്. എന്നാൽ യുദ്ധം തുടങ്ങി ആദ്യ ദിനങ്ങളിലൊന്നും ധൃതരാഷ്ട്രർ സഞ്ജയനോട് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചില്ല. തൻ്റെ മകൻ്റെ, അതായത് ദുര്യോധനൻ്റെ സൈന്യം വിജയിക്കും എന്ന് അദ്ദേഹം കരുതിയിരുന്നു. എന്നാൽ യുദ്ധത്തിൻ്റെ 10-ാം ദിവസം ദുര്യോധനപക്ഷത്തെ സർവ്വസൈന്യാധിപനായ ഭീഷ്മപിതാമഹൻ പടക്കളത്തിൽ വീണു എന്നറിഞ്ഞപ്പോഴാണ് അദ്ദേഹം വിഹ്വലനായിപ്പോയത്. അപ്പോഴാണ് സഞ്ജയനോട് ചോദിക്കുന്നത്, യുദ്ധക്കളത്തിൽ എന്താണ് നടക്കുന്നത്? 1-ാം ദിവസം മുതൽ നടന്ന കാര്യങ്ങൾ വിവരിക്കൂ എന്ന്. അങ്ങനെയാണ് സഞ്ജയൻ വിവരിക്കാൻ തുടങ്ങുന്നത്. യുദ്ധസന്നദ്ധരായ പടയാളികൾ ഇരുവശത്തും നിലയുറപ്പിക്കുന്നതും യുദ്ധകാഹളങ്ങൾ മുഴക്കുന്നതും അർജുനൻ്റെ ആവശ്യപ്രകാരം കൃഷ്ണൻ അർജുനൻ്റെ തേര് 2 സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടുചെന്ന് നിർത്തുന്നതും തൻ്റെ ബന്ധുജനങ്ങളെ കണ്ട് അർജുനൻ വിഷാദവാനാകുന്നതും യുദ്ധത്തിൽ നിന്നും പിന്തിരിയാൻ ആലോചിക്കുന്നതും ആ സമയം ഭഗവാൻ അർജുനന് ധർമ്മോപദേശം നൽകുന്നതും എല്ലാം സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാൻ അർജുനന് നൽകിയ ധർമ്മോപദേശം മുഴുവനും സഞ്ജയൻ കേട്ട് രാജാവിനോട് വിവരിക്കുകയാണ്. അതിൻ്റെ അവസാന ഭാഗമെത്തിയപ്പോൾ ഇപ്രകാരം കൃഷ്ണനും അർജുനനും തമ്മിൽ നടന്ന ആ സംഭാഷണത്തെ, അതായത് ഭഗവത്ഗീതയെ താൻ ശ്രവിച്ചു എന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിനോട് സഞ്ജയൻ പറയുന്നതാണ് ഈ ശ്ലോകം. അത്യന്തം അത്ഭുതകരവും രോമാഞ്ചമണിയിക്കുന്നതുമാണ് ആ സന്ദേശം എന്നും സഞ്ജയൻ പറയുന്നു. ഇപ്രകാരം വിവരിച്ചു കൊടുക്കുന്നത് വഴി ധൃതരാഷ്ട്ര മഹാരാജാവും ആ സന്ദേശം, അതായത് ഗീതാ സന്ദേശം ശ്രവിച്ചു എന്നതാണ് സത്യം. എന്നാൽ ഭഗവത് മുഖത്തു നിന്നും നേരിട്ട് കേൾക്കുവാനുള്ള ഭാഗ്യം ദിവ്യദൃഷ്ടി മൂലം സഞ്ജയനാണ്
ലഭിച്ചത്. അങ്ങനെ സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുന്ന ശ്ലോകമാണ് നമ്മളിപ്പോൾ കേട്ടത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.